വേങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ മജിസ്ട്രിയൽ അന്വേഷണ റിപ്പോർട്ട് നാളെ കളക്ടർ സർക്കാരിന് കൈമാറും എന്നുള്ള വാർത്ത കൂടെ വരുന്നുണ്ട്. രേഷ്മ ഉണ്ട്. രേഷ്മ, എന്തായാലും ഈ വേങ്ങൂരിലെ മഞ്ഞപ്പിത്തത്തിൽ നിരവധി മരണങ്ങൾ ഉണ്ടായി. അതിന് പിന്നാലെയാണ് അന്വേഷണമൊക്കെ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ കളക്ടർ ഇത് സർക്കാരിന് കൈമാറും. പിന്നെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയേണ്ടത്. രജനി, കഴിഞ്ഞ ഏപ്രിൽ 17-നാണ് വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ചത്. ഒരു പ്രശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായിരുന്നു ആദ്യം രോഗബാധ സ്ഥിരീകരിച്ചത്. അതിനുശേഷം 30ഓളം പേർക്ക് രോഗം പിടിപെട്ടപ്പോൾ മാത്രമാണ് ആരോഗ്യവകുപ്പ് വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയത്. ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് അല്ലെങ്കിൽ വകുപ്പ് തല വീഴ്ച സംഭവിച്ചോ, ഈ രോഗം ബാധിച്ചതിന്റെ കാരണം ഏതു വിധത്തിലാണ്, മരിച്ചവരുടെ മരണകാരണം അത് എങ്ങനെയാണ് തുടങ്ങിയ വിശദാംശങ്ങളാണ് RDOയുടെ നേതൃത്വത്തിലുള്ള മജിസ്ട്രിയൽ അന്വേഷണത്തിൽ പരിശോധിച്ചിട്ടുള്ളത്. ഇതിന്റെ റിപ്പോർട്ട് RDO കഴിഞ്ഞ ദിവസം തന്നെ എറണാകുളം ജില്ലാ കളക്ടറായിട്ടുള്ള NSK ഉമേഷിന് നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ട് ഉടൻ തന്നെ സർക്കാരിന് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പ്രധാനമായിട്ടും ഈ ജല അതോറിറ്റിക്ക് വീഴ്ച ഉണ്ടായി എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിട്ടുണ്ട്. ജല അതോറിറ്റി ശുചീകരിക്കാതെ കുടിവെള്ളം വിതരണം ചെയ്തു. ഇതിൽ നിന്നാണ് രോഗം ബാധിച്ചത്. നേരത്തെ തന്നെ ഇരകൾ ഇതുമായി ബന്ധപ്പെട്ട് ചില മൊഴികൾ നൽകിയ ഒരു സാഹചര്യമുണ്ട്. അതായത് രോഗം ബാധിച്ചവരുടെ ബന്ധുക്കളടക്കം നേരിട്ട് ഈ കുടിവെള്ളം ഉപയോഗിച്ചവർക്കാണ് രോഗബാധ കൂടുതലായിട്ടുണ്ടായതും അതോടൊപ്പം തന്നെ അപകടകരമായിട്ടുള്ള രീതിയിൽ രോഗം മൂർച്ഛിച്ചതും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും മജിസ്ട്രിയൽ അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയതിന് ശേഷമായിരിക്കും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അതുമാത്രവുമല്ല, ആരുടെ ഭാഗത്ത് നിന്നാണ് വീഴ്ച ഉണ്ടായത്, അവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ഈ മജിസ്ട്രിയൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. രജനി, ശരി. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.